ചരിത്രം വഴിമാറുകയാണ്. പതിറ്റാണ്ടുകൾ നീണ്ട സംഘർഷങ്ങൾക്കും ഉപരോധങ്ങളുടെ ഇരുമ്പ് മറകൾക്കും വിട നൽകി ലോകശക്തിയായ അമേരിക്കയ്ക്കും അവരുടെ ചട്ടമ്പിയായ ഇസ്രയേലിനു മുമ്പിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ തന്റെ കരുത്ത് തെളിയിച്ചിരിക്കുന്നു. സാമ്രാജ്യത്വത്തിന്റെ സമ്മർദ്ദങ്ങൾക്ക് തലകുനിക്കാൻ വിസമ്മതിച്ച ഇറാൻ ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഒരു പുതിയ നയതന്ത്ര വിജയഗാഥ രചിക്കുകയാണ്. അമേരിക്കയും ഇറാനും ഒപ്പുവെച്ച ഈ 14 ഇന ധാരണാപത്രം കേവലം ഒരു കടലാസ് മാത്രമല്ല, ഇതൊരു രാഷ്ട്രത്തിന്റെ ഇച്ഛാശക്തിയുടെ വിജയമാണ്. മെരുങ്ങാത്തവരെ ബോംബിട്ട് കൊന്നൊടുക്കാമെന്ന സയനിസ്റ്റ് സാമ്രാജ്യത്വ ഹുങ്കിനേറ്റ മുഖത്തടി കൂടിയാണ് യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഈ കരാർ. ലെബനൻ ഉൾപ്പെടെയുള്ള എല്ലാ മുന്നണികളിലെയും സൈനിക നടപടികൾ അവസാനിപ്പിക്കുമെന്ന പ്രഖ്യാപനവും നാവിക ഉപരോധങ്ങൾ നീക്കം ചെയ്യുമെന്ന ഉറപ്പും വിരൽ ചൂണ്ടുന്നത് വെള്ളക്കാരന്റെ ഗർവിന് മേലുള്ള ഇറാന്റെ വ്യക്തമായ ആധിപത്യത്തിലേക്കാണ്. $300 ബില്യൺ സാമ്പത്തിക പുനർനിർമ്മാണ പദ്ധതിയും മരവിപ്പിക്കപ്പെട്ട ആസ്തികൾ തിരികെ ലഭിക്കാനുള്ള അവകാശവും ഇറാൻ പിടിച്ചടക്കിയ വലിയൊരു വിജയമാണ്. ആണവായുധങ്ങൾ വികസിപ്പിക്കില്ലെന്ന നിലപാട് ആവർത്തിക്കുമ്പോഴും AIEAയുടെ മേൽനോട്ടത്തിൽ സ്വന്തം നിബന്ധനകൾക്കനുസരിച്ചുള്ള ആണവ പരിപാടികളുമായി മുന്നോട്ടു പോകാൻ ഇറാന് ഈ കരാർ പ്രകാരം കഴിയും. പുതിയ ഉപരോധങ്ങളോ സൈനിക വിന്യാസമോ പാടില്ലെന്ന കർശന വ്യവസ്ഥ. അമേരിക്കൻ താൽപര്യങ്ങളെ വരിഞ്ഞുകെട്ടുന്നതിൽ ഇറാൻ വിജയിച്ചു എന്നതിന്റെ തെളിവാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്കും എണ്ണ കയറ്റുമതിക്കും ലഭിച്ച ഇളവുകൾ ഇറാൻ എന്ന രാഷ്ട്രത്തിന്റെ നട്ടെല്ല് ഒടിക്കാമെന്ന് കരുതിയവർക്ക് ലഭിച്ച വലിയ തിരിച്ചടിയാണ്. ഈ ധാരണാപത്രം വെറും ഒരു കരാറല്ല, മർദ്ദിതന്റെ പോരാട്ടങ്ങൾക്ക് വലിയ വിലയുണ്ടെന്ന് തെളിയിക്കുന്ന, പ്രതിരോധങ്ങൾക്ക് പ്രത്യാശയുണ്ടെന്ന് തെളിയിക്കുന്ന സുവിശേഷമാണ്. അതെ, ഇത് ഇറാന്റെ പോരാട്ടത്തിന്റെ വിജയമാണ്. നീതിയുക്തമായ ഒരു ലോകക്രമത്തിലേക്കുള്ള ആദ്യപടി. ഫലസ്തീൻ അടക്കം വിമോചിതമാകുന്ന കാലം വിദൂരമല്ല. ആ സന്തോഷ വാർത്തക്കായി നമുക്ക് കാത്തിരിക്കാം.